ആറാട്ട് മൊണ്ണൻ എലിസബത്തിനെ പ്രപ്പോസ് ചെയ്യുന്നു. ഇവൻ OCD ഉണ്ട്, എലിസബത്തിനും എന്തോ മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്കൊരു ജീവിതം തരാം, ഞാൻ സിമ്പതി കാരണമൊന്നല്ല കേട്ടോ, എനിക്ക് 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 ശരിക്കും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പന്ന അവരാതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തെറിയാണ് വരുന്ന വായിൽ. തെറി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെകുത്താൻ. നമ്മളെ ഇപ്പോ ഭയങ്കര വീഡിയോയാ. ചെകുത്താൻ എലിസബത്തിനെ കാണുന്നു, വരുന്നു, പോലീസിനെ തെറി വിളിക്കുന്നു, എന്ത് പോലീസാടാ ഏത് പോലീസാടാ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എലിസബത്തിനെ പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്നു. അതെപ്പോ എലിസബത്ത് ബാലയുമായിട്ട് തെറ്റി. ഞാനൊരു വീഡിയോ കണ്ടു, ഒരു പ്രപ്പോസൽ വീഡിയോ. നമ്മൾ മറ്റേ ഗിറ്റാറുമായിട്ടിരിക്കുന്ന വീഡിയോ, പിന്നെ എന്തൊക്കെയാ റോസാപ്പൂവായിട്ടിരിക്കുന്ന വീഡിയോ, ഇങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എന്റെ അമ്മയെ പെറ്റ തള്ള സഹിക്കൂല പോലെ ആടി മോനെ. എനിക്കതാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കതാണ് മനസ്സിൽ വന്ന വാക്ക്. പക്ഷെ ഞാൻ അത് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്, കാരണം മറ്റേ കമ്മ്യൂണിറ്റി തെറി പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇവനെയൊക്കെ എങ്ങനെ തെറി പറയാണ്ടിരിക്കും? ഇതെന്തുവാ ഇത്? ആറാട്ടെണ്ണൻ പാറാട്ട് ഉണ്ണൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ ആരടാ? ഇവൻ സീക്രട്ട് ഏജന്റ് കുറെ കാലം ഇവനെ കൊണ്ടു നടന്നു, ബാല കുറെ കാലം ഇവനെ കൊണ്ടു നടന്നു. ചെകുത്താൻ നമ്മളെ ഇപ്പോ ഭയങ്കര വീഡിയോയാ. ചെകുത്താൻ എലിസബത്തിനെ കാണുന്നു, വരുന്നു, പോലീസിനെ തെറി വിളിക്കുന്നു, എന്ത് പോലീസാടാ ഏത് പോലീസാടാ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവിടം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതായത് ഈ മാനസികാസുഖമുള്ള ആൾക്കാർക്ക് ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ മാനസികാസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളിനെ മറ്റേ അവരുടെ രോഗം ബേസ് ചെയ്തിട്ട് നമ്മൾ അവരെ ബാഡാക്കി, അവരെ മോശമാക്കി കാണിക്കുക എന്നുള്ള രീതിയിലാവും. ഞാൻ അങ്ങനെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ ഈ ആറാട്ടെണ്ണം എന്ന് പറഞ്ഞ വാണം, എന്ത് വാണമായത്? എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എലിസബത്തിനെ പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്നു. അതെപ്പോ എലിസബത്ത് ബാലയുമായിട്ട് തെറ്റി. എലിസബത്ത് വന്നിട്ട് കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. എനിക്ക് ബാലയുടെ കാര്യങ്ങളിൽ സംശയങ്ങളുണ്ട്, പിന്നെ ബാല കാരണം എൻ്റെ ജീവിതം തന്നെ അപകടത്തിലാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ മറ്റേ ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ട് കച്ചവടം, എന്തോ കുറെ കാര്യം പറയാമല്ലോ. കുറെ മറ്റേ പഴഞ്ചൊല്ലുകൾ പറയാറുണ്ട് പണ്ട്. മറ്റേ പോര കത്തുമ്പോ വാഴ നടുക, മറ്റേ കഴുക്കോലൂരുക, ബീഡി കത്തിക്കുക എന്നൊക്കെ ഉള്ള. ഇവൻ ആരുടെ? ഇവന് എന്ത് മാനസിക രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗികൾ വന്നിട്ട് എന്നെ തന്തിക്ക് വിളിക്കും. അതാണ് ഇവന്റെ. എന്തുവാടെ ഇത്? ഒരു നാണം, ഒരു മറ്റേ ഉളിപ്പും ഒന്നുമില്ലേ? ബാലയുടെ കേസിൽ നമ്മൾ പറഞ്ഞു, ബാല എക്സ്ട്രീമാണ്, അങ്ങേ എക്സ്ട്രീം ക്രിമിനൽ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയെ കണ്ടിട്ട് പുള്ളിയുടെ ആക്ഷൻസും പുള്ളിക്കെതിരെ വരുന്ന ഈ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന വാക്ക് ഇതാണ്. ബാല എന്ന് പറയുന്നത് ബാല ദുഷ്ടാ എന്ന് പറഞ്ഞ ആ ഡയലോഗ് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മള് കുറെ ഇപ്പോഴും പറയാറുണ്ട്, ബാല ദുഷ്ടാ. കാരണം നാടോടി കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. പക്ഷെ ഈ ബാല, പിന്നെ ഈ ആറാട്ട് മൊണ്ണൻ, ആരാണ്ടര മൊണ്ണൻ, എനിക്ക് OCD ഉണ്ട്, നിങ്ങൾക്കും ഉണ്ടെന്ന്. എന്താ പറയുക? അതിനു മുമ്പ് പറയാണ് മറ്റേ പെരേര എന്റെ വീടിന്റെ മേളിൽ കയറി ഇരുന്നിട്ട് മാസ്റ്റർബേറ്റ് ചെയ്തു. നീ എന്തോ മാസ്റ്റർ ഓഫ് ഡിഗ്രി എന്തൊക്കെയല്ലേ, അപ്പൊ അത് ബേറ്റ് ചെയ്തായിരിക്കും, നിന്നെ വിളിച്ചതായിരിക്കും. നീ വാടാ. ബേറ്റ് എന്ന് പറയുമ്പോൾ മറ്റേ ചൂണ്ടയിടാ. ഇപ്പൊ നമ്മളൊരു സാധനത്തിനെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ഒരു ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അതാണ് ബെയ്റ്റ്. ഈ മാസ്റ്റർ ബേറ്റ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെ ഫോം ആയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒരു ഫ്ലോയിൽ വന്നാണ്. എന്തുവക ആൾക്കാരൊക്കെയാണ്? എടാ, നിനക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു അഴുക്ക് ജാലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ സോഷ്യൽ മീഡിയ നീയൊക്കെ കാരണം അതുപോലെ ആയിത്തീരുകയാണ്. എന്തുവാടെ ഇത്? അപ്പുറത്ത് മറ്റേ ചെകുത്താൻ, പുള്ളി ഭയങ്കര സ്റ്റാർ ആണ് ഇപ്പൊ. പുള്ളി മറ്റേ പോലീസിനെയൊക്കെ തെറി വിളിച്ച് നടക്കുക. പോലീസ് മിക്കവാറും മറ്റേ എലിസബത്തിന്റെ കേസ് വിട്ടിട്ട് ഇവനെതിരെ കേസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. സൈബർ മറ്റേ പോലീസ്, എന്ത് പോലീസാടാ, പന്ന പോലീസ്, അതാണ് നാറി പോലീസ്. എടാ, നിനക്കൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിനക്ക്
ഇത്രയ്ക്കും വലിയ ഇതുണ്ടെങ്കിൽ, എലിസബത്തിന്റെ കാര്യത്തിൽ ഇത്രയ്ക്കും പ്രശ്നം ഉണ്ടെങ്കിൽ, നീ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്ക്. എലിസബത്ത് എന്തുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്നില്ല? എലിസബത്തിന് പേടിയാണ് എന്നൊക്കെ പറയുന്നു. CM ഇടപെട്ടാലേ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനം ആയി തീരത്തുള്ളൂ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അവിടം വരെ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത, ഞാൻ ഇപ്പോഴും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യാണ്. ബാലയ്ക്കെതിരാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതുപോലത്തെ ആൾക്കാരെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ എലിസബത്ത് മറ്റേ വെളുക്കാൻ തേച്ചത് പാണ്ടാവത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എന്തുവക ആൾക്കാരൊക്കെയാണ് വന്നിട്ട് പോലീസിനെ പരസ്യമായിട്ട് തെറി വിളിക്കാണ്. മറ്റേ വീഡിയോയിൽ മറ്റേ വലിയ സ്റ്റാർ ആക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ പറയാണ്, എന്ത് പന്ന പോലീസ്, തെണ്ടി പോലീസ്, നാറി പോലീസ്, 25,000 മേടിച്ചിട്ട് ഇവര് തോക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുള്ള തെളിവുണ്ടോ? തെളിവാണ് കോടതിയിൽ ഒറ്റ കാര്യമുള്ളൂ, തെളിവ്. അപ്പൊ ഇതുപോലെ പല കാര്യങ്ങൾ പറയാം. ഈ ആറാട്ടനെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കിടക്ക പങ്കിടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു മോഹൻലാലിന്റെ ഒരു സഹായി വന്നിട്ട്. എന്നിട്ട് ഇപ്പൊ എന്താണ്? എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് മോഹൻലാലുടെ പ്രശ്നമൊന്നുമില്ല. നിനക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മയിലാണ് മോഹൻലാലിന്, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് മയിലാണ്. ഇതുപോലത്തെ കുറെ ദൈവമേ, എവിടുന്ന് വരുന്നതാ ഇവന്മാരെയൊക്കെ? എനിക്ക് അറിയാൻ മേലാന്ന് ചോദിക്കാൻ, എവിടുന്നാണ് ഇവന്മാരൊക്കെ ഈ പൊട്ടിപ്പുറപ്പെട്ട് വരുന്നത്? എവിടുന്നാണ് ഇവന്മാരൊക്കെ വരുന്നത്? അതാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. എന്ത് വക ജന്മങ്ങളൊക്കെയാണ്? എലിസബത്തിനെ പ്രപ്പോസ് ചെയ്യുന്ന ഇവൻ OCD ഉണ്ട്, എലിസബത്തിനും എന്തോ മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്കൊരു ജീവിതം തരാം, ഞാൻ സിമ്പതി കാരണമൊന്നല്ല കേട്ടോ, എനിക്ക് ശരിക്കും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പന്ന അവരാധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തെറിയാണ് വരുന്ന വായിൽ. തെറി എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ശരിക്കും ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ എടുത്ത് കളയാമോ യൂട്യൂബ് പ്ലീസ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയിലാണ് ഈ മോൻ മറ്റേ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ, ഞാൻ ഒരു ചെറിയ ഒരു രീതിയിൽ, അതായത് നമ്മുടെ എമ്പുരാൻ സിനിമ പൊട്ടിപ്പോവോ എന്ന് ചോദിച്ച ഒരു വീഡിയോ ഇട്ടു. അപ്പൊ അതിന് കുറെ തെറി. ഇതുപോലത്തെ ആൾക്കാരെ ഒന്നും തെറി വിളിക്കാൻ ആൾക്കാരില്ല ഇവിടെ. ഇതുപോലത്തെ ആൾക്കാരൊക്കെ പൊട്ടന്മാര്, അവന് മാനസിക പ്രശ്നം, അവൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെയൊക്കെ ഇങ്ങനെ കഴിച്ചിലേക്ക് വിടുകയാണ്. എന്തിനാണ് ഇതെന്ത് അവരാന്നാണ് വന്നിട്ട് പറയുന്നത്? ഇതെന്ത് കോമഡിയാ? എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ ഒരു ജീവിതം തരാം.